ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 6 to 7 ഏജ് വരുന്ന കുട്ടികൾക്കുള്ള ഡെയിലി വെയർ ഫ്രോക്കാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് എല്ലാം ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രോക്കിനായിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ക്രേപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ യോക്ക് പോർഷനിൽ മാത്രം ഞാൻ ലൈനിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മാർക്കിംഗ് എല്ലാം നോക്കാം. യോക്ക് ലെങ്ത് വരുന്നത് 10 ഇഞ്ചസ് ആണ്. അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഷോൾഡർ 6 ഇഞ്ചസ്, ആം ഹോൾ 6 ഇഞ്ചസ്, അതും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് 8.5 ഇഞ്ചസ് ആണ്, അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് 7.5 ഇഞ്ചസ് ആണ്. നമുക്ക് കുറച്ച് ലൂസായിട്ട് ഡെയിലി വെയർ ആകുമ്പോൾ കുറച്ച് ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്ക് 1 ഇഞ്ചസ് അലവൻസ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആം ഹോൾ ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ആം ഹോൾ, ബാക്ക് ആം ഹോൾ വരച്ച് കൊടുക്കാം. അതിനുശേഷം 2 ഇഞ്ചസ് നെക്ക് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് 3.5 ഇഞ്ചസും ബാക്ക് നെക്ക് 2 ഇഞ്ചസും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ചസ് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൽ 1/4 ഇഞ്ചും അതുപോലെ ഷോൾഡറിലും ആം ഹോളിലും 1/2 ഇഞ്ചും നമുക്ക് അലവൻസ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പോർഷൻ മാറ്റിയിട്ട് നമുക്ക് ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് പാറ്റേൺ കട്ട് ചെയ്യണം. പഫ് സ്ലീവാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. പഫ് അറ്റ് ക്രൗൺ എന്ന് പറയുന്ന സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് പാറ്റേൺ ഷീറ്റാണ്. അതുപോലെ ഞാൻ വേറൊരു പേപ്പറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കലണ്ടറിൻ്റെ ഷീറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കാം, ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. ഇനി അടുത്തത് പേപ്പർ കട്ട് ചെയ്യുന്ന സിസർ, സ്കെയിൽ, പെൻ ഓർ പെൻസിൽ, പിന്നെ നമുക്ക് വേണ്ടത് ഗമ്മാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്ക് എടുത്തു. അപ്പോൾ ഞാൻ ഈ കലണ്ടറിൻ്റെ പീസിൽ അതിനേതാ ഇതുപോലെ പകുതി പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതിനെ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി അതിനുശേഷം ലെങ്തും വിഡ്ത്തും മാർക്ക് ചെയ്തു. ഞാനിവിടെ ബ്ലാക്ക് കളറിൽ എല്ലാം W ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ ലെങ്ത്. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അത് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വിഡ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ആം ഹോളിൽ നമ്മൾ എത്രയാണോ എടുത്തത് +2 ഇഞ്ചസ്. അപ്പോൾ നമ്മളിവിടെ 8 ഇഞ്ചസ് ആണ് കേട്ടോ എടുക്കുന്നത്. ഇനി ക്യാപ് സ്ലീവ് നമ്മൾ വലിയവർക്ക് 3 ഇഞ്ചസൊക്കെ ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആകുമ്പോൾ നമുക്കൊരു 1.5 ഇഞ്ച് ഓർ 2 ഇഞ്ചൊക്കെ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളേ. അത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ബോട്ടം പോർഷനിൽ 4 ഇഞ്ചസ് ആണ് ബോട്ടം റൗണ്ട് വരുന്നത്. +1 ഇഞ്ചസ് അലവൻസും കൂടി കൂട്ടിയിട്ട് 5 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് സ്ലീവ് നല്ല നീറ്റായിട്ട് വരച്ചെടുക്കാം. അതിനുശേഷം അലവൻസോട് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ 1/2 ഇഞ്ചസ് ആണ് ആം ഹോളിൻ്റെ പോർഷനിൽ അലവൻസ് കൊടുക്കാനുള്ളത്. അതുപോലെ സൈഡിൽ 1 ഇഞ്ചസ്, ബോട്ടം പോർഷനിൽ 1 ഇഞ്ചസ്, അങ്ങനെ നമുക്ക് അലവൻസ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുവരെ നോർമൽ സ്ലീവാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നോർമലി സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. സെൻറ്റർ പോർഷനിൽ ഈ ഒരു 1/2 ഇഞ്ച് നമുക്ക് വരച്ച് കൊടുക്കാം. ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതുവരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഹാഫ് ഇഞ്ചോ 1/4 ഇഞ്ചോ അതുവരെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇത്രയും പോർഷൻ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എത്രയും പഫ് വേണോ അതനുസരിച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് പാറ്റേൺ ഷീറ്റ് എടുക്കാം. പാറ്റേൺ ഷീറ്റ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് നീറ്റായിട്ട് എടുത്ത് വയ്ക്കാം. അതിനുശേഷം ഈ ഒരു മെയിൻ സ്ലീവില്ലേ, ഈ സ്ലീവിൽ നമുക്ക് ഗമ്മ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എത്രത്തോളം ഗ്യാദേഴ്സ്, എത്രത്തോളം പഫ് വേണം അതിനനുസരിച്ച് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പാറ്റേൺ ഷീറ്റ് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒട്ടിയിട്ട് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ പഫ് വരുന്ന ഈ പോർഷനിൽ ഇതുപോലെ കർവ് വരച്ചു കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ F എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് പഫ് അറ്റ് ക്രൗൺ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ നേരെ ഫാബ്രിക്കിൽ വെച്ചതിന് ശേഷം അതേപോലെ കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു പാറ്റേണിൽ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതി കൊടുക്കാം. അപ്പോൾ ഏജ് 6 to 7 എഴുതിയിട്ടുണ്ട്. പിന്നെ അത് ഓൺ ഫോൾഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. കട്ട് നമ്പർ 2 എന്നും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ടിൻ്റെ ലെങ്ത് വരുന്നത് 18 inches ആണ്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. വിഡ്ത്ത് 4 മടക്കിയതിന് ശേഷം ചെസ്റ്റ് നമ്മൾ എത്രയാണോ എടുത്തത് അത് തന്നെയാണ് 8 + 8 + 2 inches അലവൻസും കൂടി കൊടുത്തിട്ട് നമുക്ക് ബാക്കി വരുന്ന പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 പീസിലും കോട്ടൺ ലൈനിങ് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഫിനിഷ് ചെയ്യാം. 2 പീസും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഷോൾഡറിൽ നമുക്കൊരു പ്രസ്സിങ് സ്റ്റിച്ചും കൂടെ കൊടുക്കാം. 2 ഷോൾഡറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ലെങ്ത് റെഗുലേറ്റർ ഇതുപോലെ കൂട്ടി കൊടുക്കുക. അതിനുശേഷം ടെൻഷൻ നല്ല ടൈറ്റ് ആക്കിയിട്ട് നമുക്കിതുപോലെ ഫ്രിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്യാദേഴ്സാണ് കേട്ടോ കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ 2 സൈഡിലും ത്രെഡ് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കൊരു ഡബിൾ സ്റ്റിച്ചും കൂടി കൊടുക്കാം. സ്ലീവിന് ഞാനിവിടെ ഫുൾ സ്ലീവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്കേർട്ടിൻ്റെ ബാലൻസ് പീസ് വെച്ചിട്ടാണ് സ്ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത്. ഇനി സ്കേർട്ടിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ നമുക്ക് ഫ്രിൽസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്കേർട്ട് യോക്ക് പോർഷനിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കേർട്ടിന് ലൈനിങ് കൊടുക്കാം. ഞാനിവിടെ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വേസ്റ്റിൻ്റെ പോർഷനും ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. ഇനി വേസ്റ്റിൻ്റെ പോർഷനിൽ നമുക്ക് വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 4 inch വിഡ്ത്തും 15 inches ലെങ്തുള്ള 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാം. വള്ളി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചിട്ടിട്ട് നമുക്ക് ഈ ഒരു വേസ്റ്റിൻ്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്ലീവിൻ്റെ എൻഡ് മുതൽ താഴെ ബോട്ടം പോർഷൻ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്കിൽ ഇതുപോലൊരു കട്ടിങ് കൊടുത്തിട്ട് ഒരു പീസ് വെച്ചിട്ട് മറിച്ച് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കൂലേ, അതുപോലെ എടുത്തിട്ട് നമുക്കവിടെ ഹൂക്കും ഐയും കൊടുക്കാം. ഇനി നമുക്ക് ഫൈനൽ ലുക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.